നീ പോണേ എന്നെ പോണേ പാകിസ്ഥാനിലേക്ക് പോണേ. പോവാ പ്രശ്നം ഉണ്ടാക്കല്ലേ. പോവാ നീ പോണേ എന്നെ പോണേ പാകിസ്ഥാനിലേക്ക് പോണേ. ധൃതി വെക്കല്ലേ PC, ഈ ബട്ടൺസ് ഒന്ന് ഇട്ടോട്ടെ. അപ്പൊ ഞങ്ങള് മുസ്ലിമീങ്ങളൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെയാണ്, ഞങ്ങൾ ഈ രാജ്യം വിട്ട് പോണെന്ന് പറയും. ഓക്കെ, ശരി. അപ്പൊ എങ്ങോട്ടാ പോകേണ്ടത്? പാകിസ്ഥാനിലേക്ക്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളും തീവ്രവാദികളുണ്ടല്ലോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കാൻ, ഇന്നും നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്മൃതികളുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അതും കൂടെ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടെന്നേ. അപ്പൊ എന്ന് വരുമ്പോൾ ഞങ്ങൾ ഏതായിരുന്നാലും താജ്മഹൽ ഞങ്ങളെ കൊണ്ടുപോകാം. കുത്തുബ് മിനാറും ഇഞ്ഞെടുത്ത്, ചാർമിനാറും ഇഞ്ഞെടുത്ത്, മുഗൾ ഗാർഡൻ ഇഞ്ഞെടുത്ത്, ഫത്തേപൂർ സിക്രി ഇഞ്ഞെടുത്ത്, ആഗ്ര കോട്ട ഇഞ്ഞെടുത്ത്, അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങൾ ഇഞ്ഞെടുത്തു. ഞങ്ങൾ പോവാണ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നഗരവും കൂടി എടുക്കുക. കാരണം എന്താ അറിയോ, ഈ മുർഷിദാബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസ്രോയി റോബർട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മുർഷിദാബാദ് നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ലണ്ടൻ സിറ്റി ഒന്നുമല്ല. അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകൾ ഞങ്ങളുടെ മുൻഗാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വെറുങ്കയോട് കൂടി അങ്ങ് പോകില്ല, ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടേ പോവുള്ളൂ. അല്ല PC ജോർജ്, ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ കുറെ നാളുകൊണ്ട് ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാൻ കേൾക്കട്ടെ. ഈ വിൻസ്റ്റൺ ചർച്ചലിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ല എന്തെങ്കിലും, ഉണക്കാനിട്ടത് തിരിച്ചെടുത്തോണ്ട് പോകാൻ മറന്നതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? തലയൊക്കെ എടുത്തിരിക്കുന്നു ഉടച്ചോനെ. നീ ചോദിക്കാം, അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണേ. നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത്? നാണമില്ലേ PC ജോർജ്? ചോദിക്കുകയാണ്. നാണവും മാനും ഉളുപ്പില്ലേ? ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാവെടുത്ത് മാറ്റിയതിനു വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷയൊന്നും ഉപയോഗിക്കാറില്ല. നാണവും മാനവില്ല ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത നിങ്ങൾക്ക് എന്തിനേറെ ഈ 800 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ, 200 വർഷം ബ്രിട്ടീഷുകാരാകുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഭരിച്ചു തീരുന്നതിന് മുമ്പ് അവർക്കെതിരെ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്ത് ഇവിടുന്ന് ഓടിക്കേണ്ടി വന്നു. അവർക്കൊക്കെ മതമുണ്ടെന്നേ. സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിൽ 1945 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുന്നു. എങ്ങനെ ഈ പട്ടിണി കൊണ്ട് മരിച്ചത്? ഈ രാജ്യത്തിന്റെ വിഭവസമ്പത്ത്, ഈ രാജ്യത്തിന് മുഴുവനും ഊട്ടാനുള്ള വിഭവസമ്പത്ത് പശ്ചിമ ബംഗാളിൽ മാത്രം സംഭരിക്കാൻ കഴിയും. അത്രയും നല്ല വിളനിലമാണ്, കൃഷിയുടെ വിളനിലമായ പശ്ചിമ ബംഗാളിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി. അതൊരു പരാതിപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു കത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ